സാറിന് അറിയാലോ, ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതെ. അതിന് ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റ്സ് അവർക്കും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? സ്റ്റാർട്ടപ്സിന്റെ മെയിൻ ഉദ്ദേശം, മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അതിനെ സോൾവ് ചെയ്യണം, അതെ അല്ലേ? അതായിരിക്കും സ്റ്റാർട്ടപ്പ്. അല്ലാതെ ജസ്റ്റ് മണി മേക്കിംഗ് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമായിരിക്കും സ്റ്റാർട്ടപ്പ്. കാരണം ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതായിരിക്കണം സ്റ്റാർട്ടപ്പിൻ്റെ മോട്ടീവ്. അതെ പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്സ് എല്ലാം ഈ ട്യൂഷൻ ആപ്സും കാര്യങ്ങളൊക്കെയാണ്. അതെ അപ്പോൾ പേരൻസ് അവിടെ ഡബിൾ പേ ചെയ്യുമല്ലേ. തീർച്ചയായിട്ടും സ്കൂളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണല്ലോ പിള്ളേർ ട്യൂഷന് പോകുന്നത്, ട്യൂഷൻ ആപ്സ് ഡൗൺലോഡ് ചെയ്യുന്നതും ആ പേ ചെയ്യുന്നതും. അത് ഡബിൾ പേ അല്ലേ. അതെ. അപ്പോൾ സാറിനോട് ഞാൻ ചോദിക്കട്ടെ, സാറ് ട്യൂഷന് പോയിരുന്നോ ചെറുപ്പകാലഘട്ടങ്ങളിൽ? ഞാൻ പോയിരുന്നു. പോയിരുന്നു. ഞാൻ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോയാണ് പഠിച്ചത്. ഇരിങ്ങാലക്കുടയിലുള്ള ഒരുവിധം എല്ലാ ട്യൂഷൻ സെൻ്ററിലും ഞാൻ പോയിട്ടുണ്ട്. ഒന്നുകിൽ ട്യൂഷൻ ടീച്ചർ ഇഷ്ടപ്പെടില്ല, പിന്നെ അവർ പഠിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെടില്ല. അത് ആ ഒരു ട്രെൻഡായിരുന്നല്ലോ, എന്തായാലും സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം ട്യൂഷന് പോകണം. ഞാൻ ആ ട്രെൻഡിന് പിന്നാലെ പോയി. അപ്പോൾ ഇങ്ങനെ ട്യൂഷൻ ഇഷ്ടപ്പെടില്ല. കാരണം ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്നും ഹോംവർക്ക് വരും. അതും എനിക്ക് ആസ് എ സ്റ്റുഡൻറ് എനിക്കത് ഡബിൾ ലോഡാണ്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്കും ചെയ്യണം. അങ്ങനെ ട്യൂഷൻ ക്ലാസ്സസ് മാറിക്കൊണ്ടിരുന്നു. കുട്ടികൾക്ക് വേറെയും പ്രശ്നമുണ്ട്. ടീച്ചേഴ്സ് പറയും ട്യൂഷന് പോകണ്ട, ട്യൂഷൻ പഠിക്കേണ്ടെന്ന് പറയും. ട്യൂഷൻ ടീച്ചേഴ്സ് പറയും സ്കൂളിൽ നോക്കണ്ട, ഞങ്ങൾ പഠിച്ചാൽ മതി പറയും. രണ്ടും കൂടി ആകുമ്പോൾ കുട്ടികൾ ആകെ ടെൻസ്ഡ് ആവും, കൺഫ്യൂസ്ഡ് ആവും. ശരിയാണ്. അങ്ങനെ ഞാൻ ആകെ ഫെഡപ്പായി. എല്ലാ ട്യൂഷൻ ക്ലാസ്സിലും പോയിട്ട് ഞാൻ ഫെഡപ്പായി. ലാസ്റ്റ് ഞാൻ പള്ളിയിലച്ഛന്മാർ നടത്തുന്ന സ്കൂളാണ് എൻ്റെ. അപ്പോൾ പ്രിൻസിപ്പളായ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു, അച്ചു ഇരിങ്ങാലക്കുട ഏതാ നല്ല ട്യൂഷൻ സെൻ്ററുള്ളതെന്ന് ചോദിച്ചു. പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു, ഇനി തൊട്ട് നീ ട്യൂഷന് പോകണ്ട. ആള് പറഞ്ഞു ഇനി തൊട്ട് നീ ട്യൂഷന് പോകണ്ട. അപ്പം ഞാൻ എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു നമുക്ക് ട്യൂഷൻ സെന്ററിനെ കുറിച്ച് ചോദിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആ പ്രായത്തിൽ അറിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ ഫീസ് കൊടുത്തിട്ടാണല്ലോ സ്കൂളിൽ വരുന്നത്, അപ്പോൾ ഇവിടുത്തെ ടീച്ചർമാർക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത എന്താണ് നിനക്ക് ട്യൂഷൻ സെന്റേഴ്സിൽ നിന്ന് കിട്ടുന്നത്? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോവുക. 4 മണി വരെ സ്കൂളുണ്ട്, അത്രയൊക്കെ പഠിച്ചാൽ മതി, ട്യൂഷന് പോകണ്ട. പുള്ളി അന്ന് സർക്കുലർ ഇറക്കി സ്കൂളിൽ ആരും ട്യൂഷന് പോകണ്ട എന്നുള്ളത്. ആ ഒരു ചോദ്യം കൊണ്ട് അവിടെ സർക്കുലർ തന്നെ ഇറക്കിയല്ലോ അതിനെക്കുറിച്ച്. അതന്നെ ഇറക്കി. ഇത് തന്നെയാണ്, അതായത് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ 2 പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അതുപോലെ ഈ സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് ഞാൻ ഇവിടെ ജക്സ്റ്റപോസ് ചെയ്യണം, ഇവിടേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ലോയൽറ്റി ആൻഡ് റിവാർഡ്സിൻ്റെ കാര്യം, കസ്റ്റമർ ശരിക്കും കമ്പൽഡ് ആവുമല്ലേ. കയ്യിൽ റിവാർഡ് പോയിന്റ്സ് ഇത്രയും കയ്യിലിരിക്കുകയാണ്, ഞാൻ അവരുടെ ഷോപ്പിൽ തന്നെ ചെല്ലണം. ഈ റീറ്റെയിൽ ചെയിൻസിൻ്റെ ബിഗ് റീറ്റെയിൽ ചെയിൻസിൻ്റെ ഷോപ്പിൽ തന്നെ ചെല്ലണം, ഇന്ന ടൈമിനുള്ളിൽ ചെല്ലണം. എനിക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങിപ്പോകും. ആവശ്യമില്ലെങ്കിലും നമ്മൾ വാങ്ങിപ്പോകും സാധനങ്ങൾ. റിവാർഡ് ആൻഡ് ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. സർ, ഇപ്പോൾ വെയിൽസ് പോഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഒരു സാധാരണക്കാരന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് സാധാരണക്കാരനിൽ നിന്ന് കിട്ടുക? ഒരു സാധാരണക്കാരന് വെയിൽസ് പോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തുള്ള കടകളിലത്തെ ഓഫേഴ്സ് എല്ലാം കാണാം. പിന്നെ ഈ അടുത്തുള്ള കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കടക്കാരൻ ഇപ്പോൾ റിവാർഡ് പോയിന്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് വാങ്ങി വയ്ക്കാം. ഒരു സാധാരണക്കാരൻ ഒരു മാസത്തിൽ എത്ര തവണ കടകളിൽ കയറുന്നു? എത്ര തവണ കടകളിൽ കയറുന്നു? അവൻ ഏത് കടയിൽ കയറണം എന്നുള്ള ചോയ്സിന് അവന് റിവാർഡ് കിട്ടുവാണെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവൻ്റെ ഒരു മാസത്തെ യൂട്ടിലിറ്റി ബിൽസ് എന്തെങ്കിലും പേ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റാണ്. ഒരു മിഡിൽ ക്ലാസ് പോട്ടെ, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും അതൊരു വലിയ ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും. സർ, വെയിൽസ് പോഡ് എന്നാണ്, ഏതൊരു ടൈമിലാണ് ഇത് ശരിക്കും ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ലാസ്റ്റ് ഡിസംബർ. ഓക്കെ. അപ്പം ഇപ്പം ഈ ഒരു ജസ്റ്റ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എത്രത്തോളം ഡൗൺലോഡ്സ് അതിലുണ്ടായിട്ടുണ്ട്?
മോർ ദാൻ 5,000 ഡൗൺലോഡ്സ്. ഓ, മോർ ദാൻ 5,000 ഡൗൺലോഡ്സ് ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ബിക്കോസ് ആ ഒരു ചെറിയ ടൈം സ്പാൻ്റെ ഉള്ളിൽ ഇത്രയും വരുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വെയിൽസ് ബോർഡ് കൊടുക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത്രയും കസ്റ്റമേഴ്സിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് വെയിൽസ് ബോർഡ് എന്ന കസ്റ്റമർ ആപ്ലിക്കേഷനും വെയിൽസ് ബോർഡ് ഷോപ്പ് എന്ന വെൻഡറുടെ ആപ്ലിക്കേഷനും, ഷോപ്പ് ഓണേഴ്സിൻ്റെ ആപ്ലിക്കേഷനും. ഒരു ഷോപ്പ് ഓണർക്ക് അവരുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെയിൽസ് ബോർഡ് ഷോപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒരു ഷോപ്പ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ആൾക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. പിന്നെ റിവാർഡ് പോയിന്റ്സ് കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളത് അവന് തീരുമാനിക്കാം, കൊടുക്കാം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. പിന്നെ ഈ വെയിൽസ് ബോർഡിലും വെയിൽസ് ബോർഡ് ഷോപ്പിലും നമ്മൾ യാതൊരു തരത്തിലുള്ള സെൻസിറ്റീവ് ഡാറ്റാസും നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനെ ഒരു കാര്യങ്ങളും വാങ്ങിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഷോപ്പ് ഓണർക്ക് അവൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ അതിലൊന്നും ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ നമുക്ക് ഷോപ്പിനായാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഒരു കസ്റ്റമർക്കായാലും ഇതിലേക്ക് നമുക്ക് വെയിൽസ് ബോർഡിലേക്ക് കയറാൻ പറ്റും. അവർക്ക് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിന് പിന്നെ വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പോലെ യാതൊരുവിധ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കോമ്പറ്റീറ്റർ ബൈ മന്ത്ലി, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ കോമ്പറ്റീറ്റർ ബൈ മന്ത്ലി 7,500 rupees വെച്ച് വാങ്ങിക്കുന്നുണ്ട്. എറണാകുളത്തെ ഒരുവിധം എല്ലാ കടകളിൽ ചെന്നാലും അവരുടെ ബോർഡ് കാണാം. അവർ തരുന്ന സ്റ്റാറും ഇട്ടിട്ട് വാങ്ങി വെച്ച് 2 മാസം കൂടുമ്പോൾ 7,500 രൂപ ചിലവാക്കി ചെയ്യുന്നതാണ്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കസ്റ്റമർ എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റോ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ ആപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഓണേഴ്സിനെല്ലാം ലീഡ് വരും. അപ്പോൾ ഈ ഷോപ്പ് ഓണേഴ്സ് എല്ലാം ഒരു കസ്റ്റമറെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് കസ്റ്റമർക്ക് ന്യൂസൻസ് ആണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഇവരുടെ ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ടായിരിക്കും എനിക്ക് വിളി വരുന്നത്. ന്യൂസൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇതൊരു അവേർഷൻ ആയിക്കൊണ്ടുകൊണ്ട് അത് സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും എറണാകുളത്തുള്ള എല്ലാ ഒരു കടക്കാരും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റും കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് യൂസ്ലെസ് ആണ്. അപ്പോൾ വെയിൽസ് ബോർഡിൽ ഇതുപോലത്തെ യാതൊരുവിധ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെയാണ് തീർച്ചയായിട്ടും ഈ 2 ഗ്രൂപ്പിനെയും ബന്ധിപ്പിച്ചിട്ട് അവർക്കുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് അല്ലേ? വെയിൽസ് ബോർഡിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണത് ആക്ച്വലി. പിന്നെ യാതൊരുവിധ സെൻസിറ്റീവ് ഡാറ്റാസ് ലൈക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. സർ, നമ്മുടെ വെയിൽസ് ബോർഡിൽ ഏതൊക്കെ റീജിയൻ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ഷോപ്പ് ഓണേഴ്സും കസ്റ്റമേഴ്സിനും ജോയിൻ ചെയ്യാനും ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും? ഇതൊരു കൺസ്യൂമർ ടെക് ആപ്പാണ്. അപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ കസ്റ്റമേഴ്സും ഉണ്ട്, പിന്നെ ഷോപ്സും ഉണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റർ ചെയ്യാം. റീറ്റെയിൽ ഷോപ്സ് എവിടെയൊക്കെയുണ്ടോ, കസ്റ്റമേഴ്സ് എവിടെയൊക്കെയുണ്ടോ അവർക്കെല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വെയിൽസ് ബോർഡ്.